കോവിഡ് കാലഘട്ടത്തിൽ ഏറെ ശ്രദ്ധ നേടിയ വിദേശ പഴവർഗ്ഗമായ ഡ്രാഗൺ ഫ്രൂട്ട് അഥവാ വ്യാളിപ്പഴം ഇപ്പോൾ മലയോര മേഖലയിലും കർഷകരുടെ പ്രിയ വിളയായി മാറുകയാണ്. കുറഞ്ഞ പരിപാലന ചെലവും മികച്ച വിളവുമാണ് കൂടുതൽ പേരെ ഈ കൃഷിയിലേക്ക് ആകർഷിക്കുന്നത്. തായ്ലാന്റ്, തായ്വാൻ, ചൈന, മ്യാൻമർ, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന ഡ്രാഗൺ ഫ്രൂട്ട് കേരളത്തിലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പ്രചാരത്തിലായിട്ടുണ്ട്. സംസ്ഥാനത്ത് നിലവിൽ 30-ലധികം ഇനങ്ങൾ കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും 3-4 ഇനങ്ങളാണ് വ്യാപകമായി കൃഷി ചെയ്യപ്പെടുന്നത്. വെള്ളം കെട്ടിനിൽക്കാത്ത മണ്ണാണ് ഡ്രാഗൺ ഫ്രൂട്ടിന് ഏറ്റവും അനുയോജ്യം. വരണ്ടതും വളക്കൂറ് കുറഞ്ഞതുമായ സ്ഥലങ്ങളിലും വിജയകരമായി കൃഷി ചെയ്യാൻ കഴിയുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. വിത്തുകൾ മുളപ്പിച്ചോ തണ്ടുകൾ നട്ടോ കൃഷി ആരംഭിക്കാമെങ്കിലും മികച്ച വിളവും വേഗത്തിൽ ഉൽപ്പാദനവും ലഭിക്കുന്നതിനാൽ പാകമായ തണ്ടുകൾ നട്ടാണ് ഭൂരിഭാഗം കർഷകരും കൃഷി ചെയ്യുന്നത്. വിത്തിൽ നിന്നുള്ള ചെടികൾക്ക് ആദ്യ വിളവെടുക്കാൻ ഏകദേശം 3 വർഷമെടുക്കുമ്പോൾ തണ്ടുകൾ നട്ട കൃഷിയിലും 3-ാം വർഷത്തോടെ വിളവെടുപ്പ് ആരംഭിക്കാനാകുമെന്ന് കർഷകർ പറയുന്നു. പൂക്കൾ വിരിഞ്ഞ പരാഗണം നടന്നാൽ ഏകദേശം 30 ദിവസത്തിനകം പഴങ്ങൾ വിളവെടുപ്പിന് പാകമാകും. തണ്ടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ പഴങ്ങൾ കത്തി ഉപയോഗിച്ച് മുറിക്കാതെ തണ്ടിൽ നിന്ന് സാവധാനം പിരിച്ചെടുത്താണ് വിളവെടുപ്പ് നടത്തുന്നത്. ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ലാഭകരമാണ്. എന്നാൽ കൃത്യമായ പരിപാലനവും ശ്രദ്ധയും ആവശ്യമാണ്. അതിനൊപ്പം സ്ഥിരമായ വിപണി ലഭിച്ചാൽ കൂടുതൽ കർഷകർ ഈ മേഖലയിലേക്ക് എത്തുമെന്ന് കർഷകനായ ബേബി മനയത്തുമാരിയിൽ പറഞ്ഞു. പഴുത്ത് പാകമായി കഴിഞ്ഞാൽ ഉടനെ ഇത് ഇടയ്ക്ക് പൊട്ടിപ്പോയാൽ പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ കൊള്ളില്ലാത്ത വരും. ഈ സീസൺ തീർന്നു. ഇനി അടുത്ത സീസണിൽ ഇത് മെയിനായിട്ട് കഴിക്കുള്ളൂ. കുഴപ്പമില്ല. ഞാൻ മൊത്തമായിട്ട് ഒരു പാർട്ടിക്ക് കരാർ കൊടുത്തിരിക്കുകയാണ്. അവർ കോഴിക്കോട്ടേക്ക് കൊണ്ട് അവിടെ മാർക്കറ്റ് ചെയ്തു. നമുക്കിവിടെ മാർക്കറ്റ് ചെയ്യാൻ വിഷമം. മാർക്കറ്റിംഗ് പോരാ. നമ്മുടെ ഈ മലയോര കർഷകർ ഈ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്താൽ മെച്ചപ്പെടാം? കുഴപ്പമൊന്നുമില്ല. ചിലതിന് ബാക്ടീരിയ പിടിച്ച് കംപ്ലൈന്റ് വരുന്നുണ്ട്. ഇതിന് കേസില്ല. ഇതിന് ആ ബാക്ടീരിയ വന്നിട്ടില്ല. അപ്പുറം വേറൊരു സെക്ഷൻ ഉണ്ട്, അതിന് ബാക്ടീരിയ വന്നിട്ടുണ്ട്. അത് ബാക്ടീരിയക്ക് മരുന്നടിച്ചാലും പല പ്രാവശ്യം അടിച്ചു നോക്കിയാൽ അതൊക്കെ മാറുന്നില്ല. അത് പിടിച്ചാൽ പിന്നെ ചെടി ആ ഫ്ലോട്ട് പോവും. വലിയ വിഷയം അത്. ഇതിന് വിപണന സാധ്യതകൾ എങ്ങനെയുണ്ട്? വിപണന സാധ്യത കുഴപ്പമൊന്നുമില്ല. ഇവിടെയൊക്കെ അല്പം കുറവാണേ ഉള്ളൂ. പിന്നെ ടൗണിലേക്ക് നല്ല വിപണിയാണ്. കോഴിക്കോട്ടൊക്കെ നല്ല വിപണിയാണ്. നല്ല രീതിയിലുള്ള അഭിപ്രായമുണ്ട്. മലയോര മേഖലയിലെ ഡ്രാഗൺ ഫ്രൂട്ട് കർഷകർ നേരിടുന്ന പ്രധാന വെല്ലുവിളി വിപണിയുടെ കുറവാണ്. മികച്ച ഗുണമേന്മയുള്ള പഴങ്ങൾ ഉൽപ്പാദിപ്പിച്ചാലും ആവശ്യമായ വിപണിയും ന്യായവിലയും ലഭിക്കാത്തത് കർഷകരെ ആശങ്കയിലാക്കുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ.